മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വതാം അന്യാംസ്ത ഹസ്തചരണശ്രവണത്വകാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രഭാഷണത്തിന് 5 മിനിറ്റ് എന്നത് 10 മിനിറ്റാക്കി തന്നത് വളരെ സന്തോഷം. കാരണം മുരളിക്ക് പ്രഭാഷണങ്ങളുടെ രീതിയൊക്കെ നല്ല പരിചയം. എന്നാലും സമയം പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ എല്ലാവരും മൈക്ക് കിട്ടിയാൽ നിർത്താത്തവരാണ് പ്രഭാഷകർ. അതുകൊണ്ടാണ് സമയപരിധി വെച്ചത്. ആദ്യം തന്നെ ഈ മാതിരിയുള്ള ഒരു സത്സംഗം, അധ്യാത്മസഭ, ആധ്യാത്മിക ആചാര്യന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ആദ്യമായിട്ട് സമസ്ത കേരള വാര്യസമാജം സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളെ, അത് പ്രത്യേകിച്ച് പ്രസിഡന്റ് ശ്രീ മോഹൻദാസിനെയും ജനറൽ സെക്രട്ടറി ശ്രീ മുരളീധരനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിൽ എന്നെ ഒരു ആളായിട്ട് പങ്കെടുപ്പിച്ചതിന് പ്രത്യേകിച്ചും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സത്സംഗം എന്നാൽ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ദുർലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ദുർലഭോ മാനുഷോദേഹോ ദേഹിനാം ക്ഷണഭംഗുര പത്രാവി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വസുദേവർ പറയുന്നു, സംസാരജ്ഞൻ ക്ഷണാർത്ഥോവി സത്സംഗ ശേവധൃണാം. ഈ സംസാരത്തിൽ, അസ്മിൻ സംസാരേ, ദുഃഖ സുഖ സമ്മിശ്രമായ ഈ ജീവിതത്തിൽ അരക്ഷണമെങ്കിലും സത്സംഗം ലഭിക്കുക എന്നുള്ളത് വലുതായ നിധിയാണെന്നാണ്. ശേവധി എന്ന് പറഞ്ഞാൽ നിധിയാണ്. കാരണം സത്സംഗത്തിലൂടെ മാത്രമേ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുകയുള്ളൂ, ഭഗവത് ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരു വളരെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ്. ഇത് ആദ്യമായിട്ട് സംഘടിപ്പിച്ചത് തന്നെ അഭിനന്ദനാർഹമാണ്. അതെടുത്തു പറയാൻ നിർത്തി. വാസ്തവത്തിൽ ആധ്യാത്മിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുക, ആത്മജ്ഞാനം പ്രചരിപ്പിക്കുക എന്നതാണ് കർത്തവ്യം. ആത്മജ്ഞാനം എന്നത് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് പ്രകടമാകാനുള്ള അവസരം കൊടുക്കുന്നു, അതിനെ ഉണർത്തുന്നു എന്ന് മാത്രമാണ് ആധ്യാത്മിക ആചാര്യന്മാർ ചെയ്യുന്നത്. നാം എല്ലാം എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആത്മാവിനെ തന്നെയാണ്, ആത്മാനന്ദമാണ്. വിഷയങ്ങളിലൂടെ അനുഭവിക്കുന്ന ആനന്ദം തന്നെ ആത്മാനന്ദം തന്നെയാണ്. കണ്ണുകളിലൂടെ ദൃശ്യങ്ങൾ കാണുമ്പോഴോ, കാതിലൂടെ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴോ, രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോഴോ ആ അനുഭവിക്കുന്ന ആനന്ദം അത് നമ്മുടെ തന്നെ ആത്മാവിലുള്ള ആനന്ദം തന്നെയാണ്. വിഷയാനന്ദമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പലപ്പോഴും അധികം ആൾക്കാരും ആത്മാനന്ദം അനുഭവിക്കുന്നുണ്ടെങ്കിലും ആത്മാവിനെ അറിയുന്നില്ല. അത് ആത്മാവിൽ നിന്നുള്ള ആനന്ദമാണെന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരിക്കൽ ഒരു സമുദ്രത്തിനടിയിൽ ഒരു പാറക്കെട്ടിൽ അനേകം മത്സ്യങ്ങൾ വസിച്ചിരുന്നു. ആ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു മത്സ്യത്തിന് ഒരു ജിജ്ഞാസ ഉണർന്നു. അത് കൂടെയുള്ള മറ്റു മത്സ്യങ്ങളോടൊക്കെ ചോദിച്ചു, ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കൂട്ടുകാരൻ പറഞ്ഞു, വെള്ളം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അച്ഛൻ മത്സ്യത്തിൽ ചോദിച്ചു, അച്ഛാ എന്താണ് ഈ വെള്ളം? നിനക്കറിയില്ലേ, വെള്ളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, വെള്ളമുണ്ടെങ്കിലേ നമുക്ക് ജീവസന്ധാരണം സാധ്യമാവുകയുള്ളൂ. അതിരിക്കട്ടെ, വെള്ളത്തെപ്പറ്റി പ്രഭാഷണം ചെയ്യാനൊക്കെ എളുപ്പമാണ്, നമ്മുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെയാണ്. ഞാൻ ബ്രഹ്മമാണ് എന്ന് പ്രഭാഷണം ചെയ്യാം, പക്ഷേ ബ്രഹ്മത്തെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരിമിതമാണ്.
അതുപോലെ ഈ അച്ഛൻ മത്സ്യവും പറഞ്ഞു, നാം വെള്ളത്തിനാണ് ജീവിക്കുന്നത്, നമ്മുടെ ജീവസന്ധാരണത്തിന് ഏറ്റവും ആവശ്യമായത് അതാണ്. അപ്പോൾ ഈ കുഞ്ഞു മത്സ്യം ചോദിച്ചു, അച്ഛൻ വെള്ളം കണ്ടിട്ടുണ്ടോ? ഞാനും വെള്ളം കണ്ടിട്ടില്ല. മുത്തശ്ശൻ മത്സ്യത്തിനോട് ചോദിച്ചു. മുത്തശ്ശൻ മത്സ്യവും പറഞ്ഞു, വെള്ളം നമ്മുടെ അത്യന്താപേക്ഷിതമായ ഒരു വസ്തുവാണെന്നറിയാം, പക്ഷേ വെള്ളം ഞാനും നേരിട്ട് കണ്ടിട്ടില്ല. ഇതാണ് അധികം ആൾക്കാരുടെയും അനുഭവം. അങ്ങനെ ജിജ്ഞാസുവായ മത്സ്യക്കുഞ്ഞങ്ങനെ ഊണിയിട്ട് നടക്കുമ്പോൾ ഒരു ദിവസം ഒരു മുക്ക് വന്ന് വല വീശി അതിൽ എല്ലാ മറ്റു മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ മത്സ്യക്കുഞ്ഞും വിട്ടു. കരയ്ക്ക് വലിച്ചു കയറ്റിയപ്പോൾ അതിന് പ്രാണനിരോധം അനുഭവപ്പെട്ടു, കടന്ന് പിടയ്ക്കാൻ തുടങ്ങി. അങ്ങനെ പിടയ്ക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് വലയുടെ ഒരു ദ്വാരത്തിലൂടെ മത്സ്യക്കുഞ്ഞ് വെള്ളത്തിലേക്ക് വീണു. ഇതാണല്ലേ വെള്ളം, ഇതാണ് അനുഭവം. അനേക ലൗകിക വിഷയങ്ങളിൽ, ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇത് ആത്മാവാണ് ഈ ആനന്ദം അനുഭവിക്കുന്നതിന് നിദാനമായിട്ടുള്ള ചൈതന്യം എന്നുള്ളത് പലപ്പോഴും അറിയുന്നില്ല. പക്ഷെ ഗാഢസുഷുപ്തിയിൽ മാത്രം ബാഹ്യമായ വിഷയങ്ങളുമായിട്ട് യാതൊരു സമ്പർക്കവുമില്ലാതെ ഇന്ദ്രിയ വിഷയങ്ങളൊന്നും അനുഭവിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ആത്മാനന്ദമാണ് നാം അനുഭവിക്കുന്നത്. അതാണ് ആധ്യാത്മികമായ തത്വം. ഒരിക്കൽ ഞങ്ങളുടെ ആ സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ആൾക്കാർക്കെല്ലാം ഒരാൾ ലഡ്ഡു വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാമി രാമതീർത്ഥൻ്റെ കഥയാണിത്. ആധ്യാത്മിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. ലഡ്ഡു വിതരണം ചെയ്യുകയാണ്. വരുന്നവർക്കൊക്കെ ലഡ്ഡു കൊടുക്കും. എല്ലാവരും അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് പോയി. ഒരാൾ മാത്രം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ലഡ്ഡു കൊടുക്കുന്നതിന് പ്രചോദനമായി നിങ്ങൾക്ക് എന്താണ് ഉണ്ടായത്? കുട്ടിയുണ്ടായോ? അതോ പ്രൊമോഷൻ കിട്ടിയോ? അത് ജോലി കിട്ടിയോ? നിങ്ങളുടെ ജന്മദിനമാണ് ഈ മധുരം കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അയാൾ പറഞ്ഞു, അതൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ മാസത്തിൽ ഒരു കാറ് വാങ്ങിച്ചു, വളരെ വില കൂടിയ ഒരു കാർ. അത് ഞാൻ വീട്ടിലെ ഷെഡിലിട്ടിരുന്നു. ഇന്നലെ രാത്രിയിൽ ആ കാറ് മോഷണം പോയി. മോഷണം പോയിട്ടാണ് നിങ്ങൾ മധുരം വിതരണം ചെയ്യുന്നത്? അതല്ല. തിരിച്ചു കിട്ടിയോ? തിരിച്ചു കിട്ടിയില്ല. പക്ഷെ എൻ്റെ സന്തോഷം അതല്ല. കാറ് എൻ്റെ വീട്ടിലെ ഷെഡിൽ നിന്ന് മോഷണം പോകുമ്പോൾ ഞാൻ അതിനകത്ത് ഇല്ലായിരുന്നല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്നെ നഷ്ടപ്പെടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എന്നെ നഷ്ടപ്പെട്ടില്ല എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ഈ മധുരപലഹാരം വിതരണം ചെയ്തത്. ഇത് ഒരു സാധാരണ കഥയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അടിസ്ഥാനമായ ഒരു തത്വമാണ്. ആത്മാനന്ദദിനം വിദ്ധി ശരീരന്റെ രഥമേവച ബുദ്ധിന്തു സാരഥം വിദ്ധി മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാംസ്തേഷു ഗോചരൻ ആത്മേന്ദ്രിയ മനോയുക്തം മനീഷികൾ പറയുന്ന കഠോപനിഷത്തിലെ ഈ മന്ത്രമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ശരീര സംബന്ധമായ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തണം എന്നർത്ഥം. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആത്മാവ് തന്നെയാണ്, അത് തന്നെയാണ് ഭഗവാൻ. അതാണ് പ്രഹ്ലാദൻ നരഹരമൂർത്തിയെ സ്തുതിക്കുമ്പോൾ പറയുന്നുണ്ട്, ഹരിർഹി സാക്ഷാൽ ഭഗവാൻ ശരീരിണാം ആത്മാ ശഷാണാമിവ തോയ വീക്ഷിതം. പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ സ്തുതിക്കുന്ന ഒരു വാക്യം എന്ന് പറയുമ്പോൾ നമ്മൾ സപ്തമസ്കന്ധത്തിൽ തിരയേണ്ട പഞ്ചമസ്കന്ധത്തിലാണ് ഈ സ്തുതിയുള്ളത്. നവവർഷങ്ങളിലുള്ള സ്തുതികൾ പറയുമ്പോൾ ഹരിവർഷത്തിൽ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ സ്തുതിക്കുമ്പോൾ പറയുന്നു, ഹരിർഹി സാക്ഷാൽ ഭഗവാൻ. ഹരി എന്നത് ഭഗവാൻ തന്നെയാണ്, സാക്ഷാൽ ഭഗവാനാണ്. ശരീരിണാം ആത്മാ, ശരീരം സ്വീകരിച്ചവരുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള അന്തര്യാമിയായ ആത്മാവാണ് ഹരി. ഏത് പ്രകാരമാണ്? ശഷാണെന്ന് തോയ വീക്ഷിതം. ശഷം എന്ന് പറഞ്ഞാൽ മത്സ്യം, തോയം എന്ന് പറഞ്ഞാൽ ജലം.
മത്സ്യങ്ങൾക്ക് ജലം എത്രമാത്രം പ്രിയമായിരിക്കുന്നുവോ, അനുപേക്ഷണീയമായിരിക്കുന്നുവോ, അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആത്മസ്വരൂപിയായ ആ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ ഹരിയെ, ആ ചൈതന്യത്തെ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചിരിക്കുന്നു. നേരത്തെ കാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, കാറ് നഷ്ടപ്പെട്ട ആളിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പണ്ട് രഥമായിരുന്നു. രഥത്തിലെ രഥി എന്ന് പറയുന്നത് രഥത്തിൻ്റെ ഉടമസ്ഥൻ ആത്മാവാണ്. ബുദ്ധിയാണ് ആ രഥത്തെ നയിക്കുന്നത്. സാരഥി. ഇന്ദ്രിയാണി ഹയാനാഹൂ, ഇന്ദ്രിയങ്ങളാണ് കുതിരകള്. വിഷയാംശേഷു ഗോചരൻ, 5 ഇന്ദ്രിയ വിഷയങ്ങളാണ്. ശബ്ദസ്പർശ രൂപങ്ങളായ വിഷയങ്ങളാണ് ഇവർക്ക് സഞ്ചരിക്കാനുള്ള മാർഗം. അപ്പോൾ ആ തരത്തിൽ ആത്മാവിനെ നമുക്ക് വിസ്മൃതിയിൽ പോയതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ആധ്യാത്മിക സാധനങ്ങളെല്ലാം. ഭാഗവതമായാലും രാമായണമായാലും മറ്റേത് മോക്ഷശാസ്ത്രങ്ങളായാലും അതിലെല്ലാം അതിൻ്റെ പഠനത്തിലൂടെ, അതിലുള്ള സ്തുതികളിലൂടെ, അതിലുള്ള ഉപദേശങ്ങളിലൂടെ ശ്രമിക്കുന്നത്, ആചാര്യന്മാർ ശ്രമിക്കുന്നത്, ഋഷിമാർ അതിനു വേണ്ടിയിട്ട് രചിച്ചു വച്ചിരിക്കുന്നത് ഈ ഉള്ളിലുള്ള ആത്മാവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്, അറിഞ്ഞനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ ആത്മാവിനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. രസകരമായ കാഴ്ച കാണുമ്പോഴോ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോഴോ നല്ല പഞ്ചാരപ്പായസം നിറഞ്ഞു കഴിക്കുമ്പോഴോ എല്ലാം ആനന്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതാ ഇന്ദ്രിയ വിഷയത്തിൻ്റെ അനുഭവമല്ല, ഇന്ദ്രിയത്തിൻ്റെ അനുഭവമല്ല, നമ്മുടെ ആത്മാനന്ദത്തിൻ്റെ അനുഭവമാണ് എന്നത് തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞ് അതിനെ അറിയാൻ വേണ്ടി, കൂടുതൽ അതിനെ സ്വായത്തമാക്കാൻ വേണ്ടി, സ്വാംശീകരിക്കാൻ വേണ്ടി ഉള്ള പരിശ്രമമാണ് ആധ്യാത്മിക പ്രവർത്തനങ്ങളിലൂടെ എല്ലാം നമ്മൾ ശ്രമിക്കുന്നത്. അതിനെ പ്രചരിപ്പിക്കാൻ അവനവൻ്റെ കഴിവിനനുസരിച്ച് ഭാഗവത കഥകളിലൂടെയും അതുപോലെ മറ്റ് ഉപനിഷത്ത്, ശങ്കരാചാര്യരുടെ പ്രകരണ ഗ്രന്ഥങ്ങൾ മുതലായവയുടെയെല്ലാം പ്രചരിപ്പിക്കുന്നത് ഈ തത്വം തന്നെയാണ്. ഈ തത്വം അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ആവശ്യമില്ല. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ഉറങ്ങി ചിന്ത ചെയ്യും പലതും. ഉലകര്, സാധാരണ ജനങ്ങള് ഉറങ്ങിയിട്ട് ഉണർന്നു കഴിയുമ്പോൾ പലതും ചിന്തിക്കും. അങ്ങനെയല്ലേ? നമ്മളൊക്കെ രാവിലെ ഉറക്കം ഉണർന്നാൽ ഉടനെ ചിന്തയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. പിന്നെ ചിന്തകളുടെ ഒരു പ്രവാഹം തന്നെയാണ്. ഉലകർ ഉണർന്ന് ചിന്ത ചെയ്യും പലതും, അതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും വിലപിടിയാതെ വിളക്ക്, ഉദിക്കയും പിൻ പൊലികയുമില്ല. ഉദിക്കുകയോ പൊലിയുകയോ ചെയ്യാത്ത ഒരു ദീപം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് കണ്ടുപോയിടയണം. ആ ദീപത്തെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഈ ജീവിതം വിട്ട് പോകാൻ പാടുള്ളൂ എന്നൊരു ഉപദേശമാണ്. അതുതന്നെയാണ് ആധ്യാത്മിക ആചാര്യന്മാരുടെ പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നത് എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ശ്രീ മുരളീധരനും മോഹൻദാസിനും അതുപോലെയുള്ള പ്രവർത്തകർക്കും എല്ലാം കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരിയോം.